പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് 6th സ്റ്റാൻഡേർഡിലെ വോളിയം എന്ന ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 4, പേജ് നമ്പർ 65-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ ബ്രിക്ക് ആർ 21 സെൻറ്റിമീറ്റേഴ്സ്, 15 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 7 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? നോക്കാം, ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ചതുരക്കട്ടയുടെ നീളം എന്ന് പറയുന്നത് 21 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ. അപ്പം വോളിയം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു വസ്തുവിൻ്റെ ഘനം അഥവാ ഈ വസ്തുവിൽ ഉൾക്കൊള്ളുന്ന കപ്പാസിറ്റി, അതിൻ്റെ വെയിറ്റ് എന്നൊക്കെ നമുക്ക് വേളി എന്ന് പറയാം. അപ്പോൾ വോളിയം കണ്ടുപിടിക്കുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അതാണ് വോളിയത്തിൻ്റെ ഡെഫിനിഷൻ കേട്ടോ. ഷോർട്ടായിട്ട് നമുക്ക് L ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറയാം. അത് കുറച്ചുകൂടി ഷോർട്ടാക്കിയിട്ട് LBH എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല കേട്ടോ. വോളിയം എന്ന് പറഞ്ഞാൽ LBH ആണ്. അപ്പോൾ ഇവിടെ വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 21 സെൻറ്റിമീറ്റർ ഇൻറ്റു 15 സെൻറ്റിമീറ്റർ ഇൻറ്റു 7 സെൻറ്റിമീറ്റർ. ഇതെന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2205 സെൻറ്റിമീറ്റർ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മളതിനെ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയും, അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇതിനെ ഇങ്ങനെ അല്ല എങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ വിളിക്കാം? 2205 ക്യൂബിക് സെൻറ്റിമീറ്റർ CC എന്ന് പറഞ്ഞാലും മതിയോ? ഓക്കെ. രണ്ടാമത്തെ ചോദ്യം. എ റെക്ടാങ്കുലർ ക്യൂബ് ഓഫ് അയൺ ഈസ് ഓഫ് സൈഡ് 8 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? 1 cubic centimeter of iron weight 8 grams. What is the weight of the large cube? ഒരു റെക്ടാങ്കുലർ ക്യൂബ് എന്ന് പറയുമ്പോൾ അറിയാം, ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു അയൺ ക്യൂബിൻ്റെ സൈഡ് 8 സെൻറ്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? അതിൻ്റെ വോളിയം എത്ര? പിന്നെ പറഞ്ഞിട്ടുണ്ട് 1 ക്യൂബിക് സെൻറ്റിമീറ്ററിൻ്റെ വെയിറ്റ് 8 ഗ്രാം ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എത്ര ക്യൂബിക് ഗ്രാം ആണെന്ന് നോക്കുക. അത് ഇൻറ്റു 8 ചെയ്താലേ ആ ലാർജർ ക്യൂബിൻ്റെ വെയിറ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. റെക്ടാങ്കുലർ അയൺ ബോക്സിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ക്യൂബ് എന്ന് പറയുമ്പോൾ എല്ലാ സൈഡ്സും എന്ത് തന്നെയാണ്? 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. ദെൻ വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അതായത് 8 ഇൻറ്റു 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 8s are 64 ഇൻറ്റു 8 512 സെൻറ്റിമീറ്റർ ക്യൂബ്. ദെൻ 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് അയൺ വെയിറ്റ് എന്ന് പറയുന്നത് 8 ഗ്രാം ആണെങ്കിൽ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ ലാർജർ ക്യൂബ് എന്ന് ചോദിച്ചാൽ ഇത് 1 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം ഇത്രയത്തിൻ്റെയൊക്കെ വെയിറ്റ് എന്ന് പറയുന്നത് 8 ഗ്രാം ആണെങ്കിൽ ഈ ടോട്ടൽ അയൺ ബ്ലോക്കിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാൻ. ടോട്ടൽ അയൺ ബ്ലോക്കിൻ്റെ വോളിയം നമ്മൾ കണ്ടുപിടിച്ചില്ല, 512. സോ 512 ഇൻറ്റു 8 ചെയ്താൽ മതിയോ? അപ്പോൾ 512 ഇൻറ്റു 8 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 8 2s are 16, റിമൈൻഡർ 1 9 വന്നു. Then 44 ആൻസർ ഈസ് 4096 ഗ്രാം. അത്രയും ഗ്രാമാണ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി കിലോഗ്രാമിൽ എഴുതി 4 കിലോ സംതിങ് വേണമെങ്കിലും എഴുതാം. ജസ്റ്റ് ഗ്രാമിൽ എഴുതിയാൽ മതി, അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്.